ഹായ്, ഇത് നമ്മുടെ ചാനലിലെ ഏറ്റവും ആദ്യത്തെ വീഡിയോ ആണ് നമ്മളിന്ന് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് തുടക്കം തന്നെ നല്ലൊരു മഴയിലാണ് തുടങ്ങിയത്. ഇന്നിവിടെ നല്ല മഴയായിരുന്നു. ഏകദേശം ഒരു 3-4 മണിക്കൂർ നന്നായി മഴ പെയ്തു. അതിലൊരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ വീടിനോട് ചേർന്ന് ചെറുതായിട്ട് തുടങ്ങിയ നമ്മുടെ പച്ചക്കറിത്തോട്ടം എല്ലാം വെള്ളത്തിലായി. കുറേ പച്ചക്കറിയൊക്കെ നല്ല മഴയായിരുന്നു. ആ പെയ്ത മഴയിൽ നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്ന കുറച്ച് തൈകളൊക്കെ ഉണ്ടായിരുന്നു. ചീരയും നമ്മുടെ പച്ചമുളകൊക്കെ കുറച്ച് വിത്തൊക്കെ പാകിയതൊക്കെ മുളച്ച് വന്നുണ്ടായിരുന്നു. അതെല്ലാം ആ തല്ലി അലച്ച് പെയ്ത മഴയിൽ കുറേയൊക്കെ നാശമായി തുടങ്ങി. അത്രയ്ക്ക് മഴയായിരുന്നു. നമുക്ക് ഇതുവരെ നമ്മൾ ഇതുപോലത്തെ ഒരു മഴ കണ്ടിട്ടില്ല. അതും നമ്മളൊരു വേനൽ മഴയായിട്ട് കിട്ടിയത് തന്നെ ഭയങ്കര ഒരു ശക്തിയിലായിരുന്നു പെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം തന്നെ ഏകദേശം എല്ലാം തന്നെ നല്ലപോലെ വെള്ളത്തിലായി. നമ്മൾ പെട്ടെന്നായിരുന്നു, പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ നമുക്കതൊന്നും മാറ്റി വെക്കാനും പറ്റിയില്ല. ഇന്ന് സൺഡേ ആയിരുന്നു. അപ്പം നമ്മൾ പുറത്തോട്ട് പോകാനും കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബേബീനെ കാണാനും ഒക്കെ പോകാനുള്ള ആയിരുന്നു. മഴ കാരണം അതൊക്കെ ലേറ്റായി. നമ്മൾ 10 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ് എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞു. നമ്മുടെ പച്ചക്കറിയൊക്കെ കുറച്ചൊക്കെ മാറ്റിയൊക്കെ വെച്ച് അവിടെയെല്ലാം ഓക്കെ ആണെന്നൊക്കെ കണ്ട ശേഷം പിന്നെ നമ്മൾ ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുമ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മണിക്ക് എന്താ കഴിക്കാൻ വന്നേ? ബിരിയാണി വേണ്ട? പൊറോട്ടയാണോ വേണ്ടത്? പൊറോട്ടയാണോ ഇഷ്ടം? പൊറോട്ടയ്ക്ക് എന്താ കറി വേണ്ടേ? അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ബേബീസിനുള്ള കുറച്ച് ഐറ്റംസ് മേടിക്കണം. പിന്നെ മുത്തുമണി എന്തൊക്കെയോ മനസ്സിൽ പ്ലാനുണ്ട്, എന്തൊക്കെയോ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു ബേബി ഷോപ്പിൽ കയറാൻ പോവാണ്. അവിടെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിൻ്റെ കൊച്ചിനുള്ള ഉടുപ്പ് നോക്കണം. പിന്നെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞു ബേബിക്കുള്ള കുറച്ച് ഉടുപ്പും കാര്യങ്ങളൊക്കെ നോക്കണം. 8 മണി എന്തൊക്കെയോ ടോയ്സൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അതിന് ഒന്നും അങ്ങ് തൃപ്തിപ്പെടുന്ന ആളല്ല. അപ്പം കുറേ ഉണ്ട് ഇവിടെ. നമ്മൾ യൂട്യൂബൊക്കെ കണ്ട് ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നമുക്ക് കയറിയപ്പോഴും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പം ലോറ ബേബി കെയർ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ന്യൂ ബോൺ ബേബീസിൻ്റെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മളതെല്ലാം നോക്കി നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്.
ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് തന്നെ ഇതെല്ലാം വാരിപ്പറക്കി വീട്ടിലോട്ട് കൊണ്ടുപോയാലോ എന്ന് തോന്നും, അതുപോലെ കളക്ഷൻസ് ഉണ്ട്. മുത്തുമണി അങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബ്രഷും പെയിൻറ്റും ഒക്കെ എടുത്തു. പിന്നെ ഈ ഓർഗൺ പോലെയൊരു സംഭവം അത് മുത്തെടുത്തു ആദ്യം, പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറ്റി മുത്ത് തന്നെ ഒരു ഗിറ്റാർ അവിടുന്ന് കണ്ടുപിടിച്ചു. നല്ല രസമുണ്ട് ഗിറ്റാർ കാണാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പേ ഓരോന്ന് നോക്കുകയാണ്, എനിക്ക് ഈ വണ്ടി എടുക്കണോ ആ വണ്ടി എടുക്കണം, എല്ലാത്തിലും കയറി നോക്കുന്നുണ്ട്, പറ്റാവുന്നതിൽ എല്ലാത്തിലും കയറി നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രീൻ കളറ് ഗിറ്റാർ കണ്ടുപിടിച്ചത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ടും വേണമെന്ന് പറഞ്ഞോട് ആദ്യമൊക്കെ വാശി പിടിച്ചു, പിന്നെ ഗിറ്റാർ മതി എന്നും പറഞ്ഞ് ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ ബേബിക്കുള്ള എല്ലാ ഐറ്റംസും മേടിച്ച് പാക്ക് ചെയ്ത്, അതിൻ്റെ ഇടയിൽ അവിടെ നിന്നൊരു വാച്ച് മേടിച്ചു, ഒരു സൺഗ്ലാസ് മേടിച്ചു, പിന്നെ നമ്മൾ ഗിറ്റാർ എടുത്തു. പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നല്ല മഴ കിട്ടി. അപ്പം പിന്നെ നമ്മൾ വേഗം നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, കുറച്ച് ലേറ്റായി ഇതെല്ലാം മേടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പം. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, അവിടെയും എല്ലായിടത്തും നല്ല മഴയായതുകൊണ്ട് നമുക്ക് പിന്നെ വീഡിയോസൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ലേറ്റായി വീടെത്തിയപ്പം, ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയപ്പം. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീടെത്തിയപ്പോൾ ലേറ്റായി. പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ നമ്മൾ മഴ പെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. രാവിലെ എന്നും ഇതിൻ്റെ ഇടയിലൂടെ ഒന്നും നടക്കാറുണ്ട്, എങ്ങനെയാണ് എന്താണ് എന്തെങ്കിലും കൊടിഞ്ഞു വീണിട്ടുണ്ടോ, അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ എന്തേരം ആയി. നമ്മൾ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ദിവസം ഒരു 2-3 എണ്ണമൊക്കെ വെച്ച് വെണ്ടയ്ക്കൊക്കെ പറിക്കാൻ നമുക്ക് സാധാരണ കിട്ടാറുണ്ട്. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ കാഴ്ച നിൽപ്പുണ്ട്, ഒന്നും അങ്ങോട്ട് മൂത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് ഇതൊക്കെ പിടിച്ച് മുകളിലോട്ട് കെട്ടിയൊക്കെ വെച്ചു, താഴോട്ട് വീഴാൻ പാകത്തിൽ നിന്നതൊക്കെ. ഞാൻ രാവിലെ വന്ന് നോക്കിയപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. എന്നാലും നമ്മൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി നമ്മൾ കുറച്ച് തൈ ഇതൊക്കെ പാകി മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചിങ്ങനെ വെള്ളം നല്ലപോലെ തല്ലി അലച്ച് വീണത് കൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ നല്ല വെയിൽ തെളിയുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഒന്നും കൂടി ഉഷാറായി വരുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ച് പുതിനയും ഇതൊക്കെ നട്ടിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ വെള്ളം തല്ലി അലച്ച്, വെള്ളം ഇങ്ങനെ നല്ല ശക്തിയിലാണല്ലോ വീഴുന്നത്. നമ്മളിതിപ്പം നമ്മൾ നട്ട പച്ചമുളകാണിത്. പച്ചമുളകൊക്കെ ആ വെള്ളത്തിൻ്റെ ശക്തിയിൽ എല്ലാം അങ്ങ് ചിന്നി ചിതറിയ പോലെയാണ് ഇരിക്കുന്നത്.